Sequence. It is an ordered list of numbers that follows a specific pattern. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഓർഡർഡ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സീക്വൻസ് എന്ന് പറയുക. അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. 2, 4, 6, 8 എക്സെട്ര. ഇതെന്താണ്? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് അല്ലേ. 2 + 2 ആണ് 4. ഇനി 4 + 2 ആണ് 6. ഇനി 6 + 2 8. അപ്പോൾ 2 ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ്റേൺ കിട്ടും. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടും. ഇനി അടുത്ത നോക്കാം. 1, 4, 9, 16, 25 എക്സെട്ര. ഇത് കഴിഞ്ഞ പോലത്തെ അല്ല അല്ലേ. ഇവിടെ വേറൊരു പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാതെ എന്ത് പാറ്റേൺ ആണെന്ന് നോക്കാം. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 സ്ക്വയർ എന്ന് പറഞ്ഞാലാണ് 4 അല്ലേ. ഇനി 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. അപ്പോൾ സ്ക്വയേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓരോ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിനെ ഓർഡറിലാക്കിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ പാറ്റേൺസ് ആണ്. അപ്പം ഇങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ പാറ്റേണിൽ എഴുതിയിരിക്കുന്ന സീക്വൻസ് എന്ന് പറയാം. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ സീക്വൻസ് ആണോ നോക്കാം. ഫസ്റ്റ് 1, 2, 3, 4, 5, 6 എക്സെട്ര. ഇതൊരു നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. 1 + 1 2, 2 + 1 3. അടുത്ത നോക്കാം. 5, 10, 15, 20 എക്സെട്ര. ഇവിടെ 5 ആണ് ആഡ് ചെയ്ത് പോകണം അല്ലേ. അപ്പോൾ 5ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. അപ്പോൾ 5, 10, 15, 20 എക്സെട്ര ഒരു സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് 6, 8, 7, 12, 18. ഇതൊരു സീക്വൻസ് ആണോ? ഒരു പാറ്റേണും ഇല്ല, അതുകൊണ്ട് ഇതൊരു സീക്വൻസ് അല്ല. അടുത്ത 3, 9, 27, 81 എക്സെട്ര. ഇവിടെ നോക്കാം. 3⁻1 ആണ് 3, 3⁻2 9, 3⁻3 27, 3⁻4 81 എക്സെട്ര. അപ്പോൾ 3ന്റെ പവേഴ്സിനെയാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെന്താണ്? സീക്വൻസ് ആണ് അല്ലേ. 5, 25, 125, 625 എക്സെട്ര. ഇവിടെ കഴിഞ്ഞ പോലെ തന്നെ 5⁻1 is 5, 5⁻2 is 25, 5⁻3 ആണ് 125. ഇനി 5⁻4 is 625. 5ന്റെ പവേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്, അതുകൊണ്ട് ഇത് സീക്വൻസ് ആണ്. 1, 2, 4, 5 ഇതാണ് സീക്വൻസ് ഇവിടെ ഉള്ളത്. തേർഡ് വൺ സീക്വൻസ് അല്ല.